ഇനി അവിടെ നിന്ന് നേരെ പോകുന്നത് കേരള സർവകലാശാലയിലേക്കാണ്. അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് അവസാനമില്ല, ഇങ്ങനെ ഒന്നിനു പിറകെ ഓരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. നിരന്തര പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ അധികം നോക്കിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ അവിടെ തീർന്നിട്ടില്ല. സിൻഡിക്കേറ്റിനെതിരെയാണ് വീണ്ടും ഇപ്പോൾ VC ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് വീണ്ടും ഉത്തരവിറക്കിയിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ VCയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഉത്തരവിലുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് രശ്മിയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇനിയിപ്പോൾ അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ സിൻഡിക്കേറ്റിന് റൂം എടുക്കുന്നതിൽ, അതായത് റൂമിൽ പ്രവേശിക്കുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ്, സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് അറിയുന്നു. നിലവിൽ എന്താണ് ഉത്തരവിൽ പറയുന്നത്? ജിൽസി, കഴിഞ്ഞ കുറെ നാളുകളായി കേരള സർവകലാശാല സിൻഡിക്കേറ്റും ഒപ്പം തന്നെ വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കവും നേരിട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയൊരു ഉത്തരവ് നിലവിൽ VC രശ്മി എന്ന സിൻഡിക്കേറ്റ് രജിസ്ട്രാർ ഇൻചാർജിനെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് സിൻഡിക്കേറ്റ് യോഗങ്ങൾക്കോ അതിനു മുമ്പ് ചേരുന്ന സ്ഥിരം സമിതി യോഗങ്ങൾക്കോ മാത്രമേ സിൻഡിക്കേറ്റ് റൂം അത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിലവിലെ ഉത്തരവിൽ പറയുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്ഥിരം സർവകലാശാലയിൽ അല്ലാതെ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് VCയുടെ പുതിയ ഉത്തരവെന്ന് പറയുന്നത്. നേരത്തെ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് റൂം പൂട്ടി അത് VCയുടെ ചേംബറിൽ എത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മിനി കാപ്പനായിരുന്നു രജിസ്ട്രാർ ഇൻചാർജ്. എന്തായാലും കേരള സർവകലാശാല രജിസ്ട്രാറുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് അദ്ദേഹത്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കണം എന്നുള്ള ആ ഒരു വിധി ഉൾപ്പെടെ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന് കൂടുതൽ മുക്കുകയറി ഇട്ടുകൊണ്ടുള്ള ഒരു നടപടി VCയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ നടപടിയൊക്കെ VC കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സിൻഡിക്കേറ്റ് ഹാള് പൂട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് അത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ഉള്ള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും കോടതി ഇടപെടൽ ഉണ്ടാവുകയും അതിൽ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ട് പോലും സിൻഡിക്കേറ്റുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, ആർക്കാണ് അധികാരം കൂടുതൽ എന്നുള്ള കാര്യത്തിലുള്ള ഏറ്റുമുട്ടലാണ് നിലവിൽ VC നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സർവകലാശാലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ അംഗീകാരം ലഭിച്ച അതിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാലയെ ആദരിക്കുകയും VC യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കൊപ്പം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മഞ്ഞുരുകൽ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല. ഈ തർക്കം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും എന്ന സൂചനയാണ് നിലവിൽ VC നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ഈ സർവകലാശാലയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് VC ഒരു യോഗം വിളിച്ചിരുന്നു. അത് അനുമോദന യോഗമായിരുന്നു. പക്ഷേ സർവകലാശാലയിലെ ഡീൻമാരുൾപ്പെടെയുള്ള ജീവനക്കാർ ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന 75 പേർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള നോട്ടീസ് നൽകിയിട്ട് ആകെ 7 പേർ മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. സർവകലാശാലയിലെ തർക്കം എത്രമാത്രം രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടി എന്ന് പറയുന്നത്. അങ്ങനെ സിൻഡിക്കേറ്റുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.